ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് തകർന്ന മൂവാറ്റുപുഴ പുഴയോര നടപ്പാതയിലെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചു. പ്രഭാത സായാഹ്ന സവാരിക്കാർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ നിത്യേന എത്തുന്ന നടപ്പാതയിൽ കൈവരികൾ തകർന്നത് അപകട ഭീഷണി ഉയർത്തിയിരുന്നു. ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് തകർന്ന മൂവാറ്റുപുഴ പുഴയോര നടപ്പാതയിലെ കൈവരികൾ പുനഃസ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചു. മെയ് 15-ന് കനത്ത കാറ്റിലും മഴയിലുമാണ് ഫയർ സ്റ്റേഷൻ കടവിന് സമീപം നടപ്പാതയുടെ അരികിൽ നിന്നിരുന്ന കൂറ്റൻ മരം കടപുഴകി വീണത്. മരം വീണ് നടപ്പാതയുടെ വലിയൊരു ഭാഗത്തെ കൈവരികളും അടിത്തറയും തകർന്നിരുന്നു. പ്രഭാത സായാഹ്ന സവാരിക്കാർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ നിത്യേന എത്തുന്ന നടപ്പാതയിൽ കൈവരികൾ തകർന്നത് അപകട ഭീഷണി ഉയർത്തിയിരുന്നു. പാതയുടെ ചില ഭാഗങ്ങളിൽ അടിത്തറ ഇളകിയ നിലയിലായതും കൃത്യമായ പരിപാലനം നടത്താത്തതും വലിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത്. നടപ്പാതയിലെ വഴിവിളക്കുകൾ ആധുനികവൽക്കരിച്ച് തെളിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്റ്റീൽ കൈവരികൾ ഉറപ്പിച്ച് പുനഃസ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നത്. തകർന്ന കൈവരികൾ പൂർണ്ണമായും നന്നാക്കുന്നത് കൂടാതെ പൊട്ടിപ്പൊളിഞ്ഞ ടൈലുകൾ കൂടി മാറ്റി സ്ഥാപിച്ചാൽ പുഴയോര നടപ്പാത പഴയ പ്രൗഢി വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് നഗരവാസികൾ. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.